അപ്പോൾ രണ്ട് പോലീസുകാരൂടി അവിടേക്ക് വരികയാണ് കേട്ടോ. അവർ രണ്ടുപേരും പറഞ്ഞു നീലിമയോട് കത്തി താഴെയിടാൻ. പക്ഷേ നീലിമ അത് കൂട്ടാക്കുന്നില്ല. ഉടൻ നീലിമ പോലീസുകാരോട് പറയാണ്, സാറേ ഇവളുണ്ടല്ലോ, ഇവൾ എൻ്റെ മോനെ ഉപദ്രവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവളും എൻ്റെ മോനോട് മാപ്പ് പറയാതെ ഞാൻ കത്തി ഊരില്ല. വേണമെങ്കിൽ നിങ്ങൾക്ക് എന്നെ അറസ്റ്റ് ചെയ്യാം, പക്ഷേ ഇവൾ ആദ്യം മാപ്പ് പറയട്ടെ. പോലീസുകാർ എന്ത് ചെയ്യണമെന്നറിയാതെ പരസ്പരം നോക്കി നിൽക്കുകയാണ്. എന്ത് ചെയ്യണമെന്നറിയാതെ പോലീസുകാരിങ്ങനെ നിൽക്കുമ്പോൾ അഞ്ജലി പോലീസുകാരോട് പോയി പറയണം, എടോ ഇവളുണ്ടല്ലേ, ഇവളിപ്പോൾ എൻ്റെ കഴുത്ത് അറക്കും. അതിനു മുമ്പ് ഇവളെ ഒന്ന് പിടിച്ചു മാറ്റാൻ നോക്ക്. നിങ്ങളെന്താണ് നോക്കി നിൽക്കുന്നതെന്നൊക്കെ അഞ്ജലി പോലീസുകാരോട് ഇങ്ങനെ പറയണം കേട്ടോ. ഉടനെ തന്നെ പോലീസുകാർ അഞ്ജലിയുടെ അടുത്ത് വന്ന് അഞ്ജലിനെ പിടിച്ചു മാറ്റാൻ ശ്രമിക്കുമ്പോൾ അതിലൊരു പോലീസുകാരൻ്റെ പിറകിൽ ഒരു കൈ വന്ന് വീഴുകയാണ്. പോലീസുകാരൻ തിരിഞ്ഞു നോക്കും. ഹേമന്തായിരുന്നു അത്. സാറെന്താ ഇവിടെ എന്ന് പോലീസുകാരൻ ഹേമന്തിനോട് ചോദിച്ചപ്പോൾ, അതല്ലല്ലോ ഇപ്പോഴത്തെ കാര്യം എന്ന് ഹേമന്ത് പോലീസുകാരനോട് പറഞ്ഞു. സദാശിവൻ എന്ന പോലീസുകാരന് ഹേമന്തിനെ മുൻപ് പരിചയമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ ചോദിച്ചത്. എന്നാൽ ഇത് കണ്ട നീലിമ ആശ്ചര്യത്തോടെ നോക്കി നിൽക്കുകയാണ്. ഇയാൾ ആരാണ്, ഇയാൾ എന്താണ് ഇവിടെ എന്ന രീതിയിൽ ഹേമന്തിനെ നോക്കുകയാണ് നീലിമ. ഉടനെ തന്നെ ഇവർ പിന്നീട് പറയുന്നുണ്ട്, ഹേമന്ത് പറയണ, സാർ ഈ പെണ്ണ് അല്ല പ്രശ്നമുണ്ടാക്കിയത്, ആ പെണ്ണ് ഇവനും കൂടിയാണ് ആ പെണ്ണിനോട് മോശമായി പെരുമാറിയത് എന്ന് ഹേമന്ത് പോലീസുകാരനോട് പറഞ്ഞു. സാർ ഞാനിവിടെ എല്ലാം കണ്ടു നിൽക്കുന്നുണ്ടായിരുന്നു. ഈ പെണ്ണ് പാവമാണ് സാർ. അവർ രണ്ടുപേരുമാണ് ഈ പ്രശ്നങ്ങൾ മൊത്തം ഉണ്ടാക്കിയത്. അതുകൊണ്ട് സാർ അവരെയാണ് അറസ്റ്റ് ചെയ്യേണ്ടതെന്നൊക്കെ ഹേമന്ത് പോലീസുകാരനോട് ഇങ്ങനെ പറയുന്നുണ്ട്. ഇതൊക്കെ കണ്ട് അവിടെയുള്ള 3 പേർക്കും ആശ്ചര്യമായി. ഇയാൾ ആരാണ്, ഇയാൾക്കെന്താണ് ഇവിടെ കാര്യം എന്ന രീതിയിൽ അവർ 3 പേരും ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. സാറിന് വേണമെങ്കിൽ CCTV ചെക്ക് ചെയ്യാലോ. അയ്യോ അത് വേണ്ട സാർ, സാറ് പറഞ്ഞാൽ എനിക്ക് വിശ്വാസമാണ് എന്ന് പറഞ്ഞ പോലീസുകാരൻ അവിടെ നിന്ന് പോയി. നീ ഏതാടാ ഈ പ്രശ്നത്തിൽ ഇടപെടാൻ, നിനക്കെന്താണ് ഇവിടെ കാര്യം എന്ന് അഞ്ജലി ഹേമന്തിനോട് ചോദിച്ചു. അതൊക്കെ അവിടെ നിൽക്കട്ടെ, തൽക്കാലം നീ ഈ കൊച്ചിനോട് മാപ്പ് പറഞ്ഞ് പോകാൻ നോക്കുന്ന ഹേമന്ത് അവളോട് തിരിച്ചും പറഞ്ഞു. താൻ പറയുന്നത് കേട്ട് ഇപ്പോൾ ഞാൻ മാപ്പ് പറയും, എൻ്റെ പട്ടി പറയും. ഓഹോ, അപ്പോൾ ഈ നിൽക്കുന്നതാണോ നിൻ്റെ പട്ടി എന്ന് ആദിയെ ചൂണ്ടിയിട്ട് ഹേമന്ത് ചോദിച്ചു. ഇത് കേട്ട ആദിക്ക് ആകെ ദേഷ്യം വന്നു. ഡോ, സൂക്ഷിച്ച് സംസാരിക്കണം. നിർത്തടാ, ഇത്രയും വലിയ പ്രശ്നം ഇവിടെ നിന്നിട്ട് നീ ഇത് നോക്കി നിന്നില്ലേ? നിന്നെ പട്ടിയോട് ഉപയോഗിച്ചാൽ പട്ടിക്ക് അത് നാണക്കേടാവും, കേട്ടോടാ എന്നൊക്കെ ഹേമന്ത് ആദിയെ കുറ്റപ്പെടുത്തി. ഇത് കേട്ട ആദി തൻ്റെ സകല നിയന്ത്രണവും നഷ്ടമാവുമെന്നറിഞ്ഞ് പതുക്കെ അഞ്ജലിയെ നോക്കി സ്വകാര്യമായി പറഞ്ഞു, അഞ്ജലി, എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ട്, നീ മാപ്പ് പറയാൻ നോക്ക്. ഇത് കേട്ടപ്പോൾ അഞ്ജലിക്ക് ദേഷ്യം വന്നു. എടാ, നീ എന്തു പറഞ്ഞാലും മാപ്പ് മാത്രം ഞാൻ പറയില്ല. അവളോട് ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് മനസ്സിലായ ആദി മെല്ലെ നീലിമയെ നോക്കി. നീലിമേ, എന്നെ ഓർത്ത് അവളെ വിട്. ഇല്ല, ഒരു കാരണവശാലും ഞാനിവളെ വിടില്ല എന്ന് നീലിമ വീണ്ടും ആവർത്തിച്ചു. എൻ്റെ ജീവിതം നശിപ്പിച്ച ഇവളെ ഞാൻ വെറുതെ വിടാനോ? അത് കേട്ടപ്പോൾ ആദിക്ക് കൗതുകമായി. നിൻ്റെ ജീവിതം നശിപ്പിക്കാനോ? എങ്ങനെ? നീലിമ എന്തോ പറയാൻ വേണ്ടി വന്നെങ്കിലും അഞ്ജലി അതിനിടയ്ക്ക് കയറി പറഞ്ഞു, ആദി, നമ്മുടെ കല്യാണക്കാര്യമാണ് ഇവൾ പറയാൻ ശ്രമിക്കുന്നത്. നീ അയാളോട് എന്നെ വിടാൻ പറയ്. ഇത് കേട്ട ആദിക്ക് മനസ്സിലായി ഹേമന്ത് ചെറിയ ഉള്ളിയല്ലെന്ന കാര്യം ആദിക്ക് മനസ്സിലായി. സോറി, ഞാൻ പറയാം മോനെ, സോറി. ആദി അവനോട് സോറി പറഞ്ഞു. ഇത് കേട്ട് അഞ്ജലിക്ക് വീണ്ടും കലിപ്പായി. എടാ, നീ എന്തിനാടാ ആ ചെക്കനോട് സോറി പറയുന്നത്? ഇത് കേട്ടപ്പോൾ നീലിമ പറഞ്ഞു, ആദി, നീ സോറി പറഞ്ഞത് കൊണ്ട് ഞാൻ ഇവളെ വിടാൻ ഉദ്ദേശിച്ച് ഇരുന്നു. പക്ഷേ ഇവളുടെ അഹങ്കാരം കണ്ടില്ലേ നീ? അല്ലെങ്കിലും നീയല്ലല്ലോ, ഇവളല്ലേ അവനെ കരയിപ്പിച്ചത്. അതുകൊണ്ട് ഇവൾ തന്നെ മാപ്പ് പറട്ടെ. അത് ന്യായം എന്ന് ഹേമന്തും പറഞ്ഞു. ഇത് കേട്ടപ്പോൾ അഞ്ജലി ഹേമന്തിനെ നോക്കി പല്ല് കടിച്ചു. പെട്ടെന്ന് മാപ്പ് പറയാൻ നോക്ക് എന്ന് ഹേമന്ത് വീണ്ടും പറഞ്ഞു. ഇത് കേട്ട അഞ്ജലിക്ക് ഒന്ന് കുതറാൻ ശ്രമിച്ചെങ്കിലും
നീലിമ പിടിവിട്ടില്ല. ഡി, മര്യാദയ്ക്ക് മാപ്പ് പറഞ്ഞോ, ഇല്ലെങ്കിൽ ഞാൻ ഈ കത്തി നിൻ്റെ ആയത്തിൽ കുത്തിയിറക്കും. നിനക്കറിയാലോ പഴയ നീലിമയല്ല ഞാൻ എന്ന് നീലിമ അഞ്ജലിയോട് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ സത്യത്തിൽ അഞ്ജലിക്ക് ഭയം വന്നു. അശ്വിൻ, മാപ്പ് എന്ന് വളരെ അലിഞ്ഞ ശബ്ദത്തിൽ അവൾ പറഞ്ഞു. അപ്പോൾ നീലിമ പറയണം, അങ്ങനെയല്ല, നീ അവൻ്റെ അച്ഛനെക്കുറിച്ച് പറഞ്ഞതിനടക്കം ചേർത്ത് മാപ്പ് പറയും. സോറി അശ്വിൻ, ഞാൻ നിന്നെക്കുറിച്ച് പറഞ്ഞതല്ല ഞാൻ തിരിച്ചെടുക്കുന്നു. നീ എന്നോട് ക്ഷമിക്കണം. ഇത് കേട്ടപ്പോൾ നീലിമ അഞ്ജലിയുടെ കഴുത്തിൽ നിന്നും കത്തി തൽക്കാലം പിൻവലിച്ചു. ഇതും പറഞ്ഞ് അഞ്ജലിയും ആദിയും അവിടുന്ന് സ്ഥലം കാലിയാക്കി. നീലിമ തിരിഞ്ഞു നോക്കുമ്പോഴേക്കും ഹേമന്തും അവിടെ നിന്ന് പോയിരുന്നു. തുടർന്ന് റിസപ്ഷനിൽ അന്വേഷിച്ചപ്പോൾ മോളിലുള്ള VIP ലോഞ്ചിലുണ്ടെന്ന് അവർ നീലിമയോട് പറഞ്ഞു. അവൻ തന്നെ ഒരാപത്തിൽ നിന്നും സഹായിച്ച ആളല്ലേ, അപ്പോൾ നന്ദി പറയാതെ പോകുന്നത് നല്ല കാര്യമല്ല എന്ന് കരുതിയാണ് അവൾ അശ്വിനെയും കൂട്ടി മുകളിലെ VIP ലോഞ്ചിലെത്തിയത്. അവിടെ എത്തി നോക്കുമ്പോൾ അവിടെ രണ്ടുപേരിയ്ക്കുന്നു. ഹേമന്തും കൂടെ സിദ്ധാർത്ഥും. സിദ്ധാർത്ഥിനെ അവിടെ കണ്ടതും നീലിമ അല്പം ഒന്ന് പതറി. ചേടാ, ഇയാളെങ്ങനെ ഇവിടെ എത്തി? അതും പറഞ്ഞ് നീലിമ ഹേമന്തിൻ്റെ അടുത്തെത്തി പറഞ്ഞു. ഹേമന്ത്, താങ്ക്സ്. ഓ, ഇതിനൊക്കെ എന്ത് താങ്ക്സ് പറയാനാ, ഇതൊന്നും വലിയ കാര്യമല്ലല്ലോ എന്ന് ഹേമന്ത് നീലിമയോട് പറഞ്ഞു. ഇതെല്ലാം സിദ്ധാർത്ഥ് കാണുന്നുണ്ടെങ്കിലും അവൻ കണ്ടതായി ഭാവിക്കാതെ അവിടെ ഇരിക്കുകയാണ്. അപ്പോൾ നീലിമയും ആലോചിക്കുന്നുണ്ട്, അശ്വിനെങ്ങാനും ഇനി വന്ന് കണ്ടാൽ അച്ഛനെന്ന് വിളിക്കും, പിന്നെ ആകെ പ്രശ്നമാവും. അതുകൊണ്ട് അച്ഛൻ ആദർശിനെ കാണുന്നതിന് മുമ്പ് ഇവിടുന്ന് പോകണം. പക്ഷേ കണക്കുകൂട്ടുകൾ തെറ്റിച്ചുകൊണ്ട് അശ്വിൻ അവിടെ എത്തി. അശ്വിൻ ആദർശിനെ ദൂരെ നിന്ന് കണ്ടതും പാഞ്ഞുപോയി കെട്ടിപ്പിടിച്ചു. എന്നിട്ട് പറഞ്ഞു, ഡാഡി. ഇത് കണ്ട നീലിമ ഓടിച്ചെന്ന് അശ്വിനെ ആദർശിൽ നിന്ന് പിടിച്ച് മാറ്റാൻ ശ്രമിച്ചെങ്കിലും അവൻ കൂടുതൽ ശക്തിയോടെ ആദർശിനെ കെട്ടിപ്പിടിക്കുകയാണുണ്ടായത്. ഇതെല്ലാം കണ്ട് ഹേമന്ത് ആശ്ചര്യത്തോടെ നോക്കി നിൽക്കുകയാണ്. അശ്വിൻ വന്ന് അച്ഛനെന്ന് വിളിച്ചിട്ടും ആദർശിന് യാതൊരു ഭാവവ്യത്യാസവുമില്ലല്ലോ. അവൻ കൈ തട്ടിമാറ്റുകയോ ഒന്നും ചെയ്യുന്നില്ല. എന്താണ് സംഭവം എന്നറിയാതെ ഹേമന്ത് ആകെ ആശ്ചര്യത്തോടെ നിൽക്കുകയാണ്. തെല്ലുകൊഞ്ചലോടുകൂടി അശ്വിൻ പറഞ്ഞു, അച്ഛാ, രണ്ടുപേർ ഞങ്ങളെ ഉപദ്രവിക്കാൻ വന്നു. എന്നിട്ട് നീ അവരെ എന്തെങ്കിലും ചെയ്തോ? ഇല്ലച്ചാ, ഇനി വരികയാണെങ്കിലേ ഞാൻ നല്ല ഇടി കൊടുക്കും. ആട്ടെ, മോനെന്തെങ്കിലും കഴിച്ചോ? ഇല്ലച്ചാ, ജ്യൂസ് മാത്രമേ കുടിച്ചുള്ളൂ. ഇത് കേട്ടപ്പോൾ ആദർശ് വെയിറ്ററെ വിളിച്ചു രണ്ടുപേർക്കുള്ള ഫുഡിന് ഓർഡർ ചെയ്തു. ഒരു കുഞ്ഞ് ഓടി വന്ന് കെട്ടിപ്പിടിച്ചിട്ടും അച്ഛാ എന്ന് വിളിച്ചിട്ടും അവനെ തട്ടി മാറ്റുകയോ യാതൊന്നും ചെയ്യാതെ ഇരിക്കുന്ന ആദർശിനെ നോക്കി ഹേമന്ത് ആശ്ചര്യപ്പെട്ടു. അല്ലെങ്കിൽ തന്നെ ആദർശിനെപ്പറ്റി ഒരുപാട് അപവാദ കഥകൾ കേൾക്കുന്നുണ്ട്. പക്ഷേ ഇങ്ങനെയൊരു എന്താ ചെയ്യുക, എന്താണ് ഇവിടെ നടക്കുന്നതെന്ന രീതിയിലാണ് ഹേമന്ത് ഇതൊക്കെ കണ്ടു നിൽക്കുന്നത്. പിന്നെ അച്ഛാ, ആ രണ്ടുപേർ വന്ന് എന്നോട് പറയാ നിനക്ക് അച്ഛനില്ലെന്ന്. ഇത് കേട്ടതും ആദർശ് അവനെ ഒന്നുകൂടി ചേർത്ത് പിടിച്ചുകൊണ്ട് നീലിമയെ നോക്കി. നീലിമ മൈൻഡ് ചെയ്യാത്ത രീതിയിൽ അവിടെ തന്നെ നിൽക്കുകയാണ്. മോനെ, ഇനി അവർ വന്നാലേ നമുക്ക് നല്ല ഇടിയടിക്കാം, മോൻ പേടിക്കണ്ട എന്ന് പറഞ്ഞ് ആദർശ് അശ്വിനെ സമാധാനിപ്പിക്കുകയാണ്. ഇതിനിടയിൽ ആദർശ് നീലിമയെ ദേഷ്യത്തോടെ നോക്കുന്നുണ്ട്. ഇത് കണ്ടപ്പോൾ നീലിമയും ആലോചിക്കുന്നുണ്ട്, ഇയാളെന്താ, ഞാനെന്തോ ഇയാളെ വല്ലതും കട്ടുകൊണ്ടുവന്ന രീതിയിൽ എന്നെ തന്നെ നോക്കുന്നത് എന്നൊക്കെ നീലിമ മനസ്സിലിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. ഇതിനിടയിൽ ഹേമന്ത് ചോദിക്കുന്നുണ്ട്, നിന്നെക്കുറിച്ച് പറയുന്ന അപവാദങ്ങളിൽ വല്ല ശരിയുമുണ്ടോ ആദർശ്? അവൻ നിന്നെ അച്ഛനെന്ന് വിളിച്ചിട്ടും നീ അവനെ തട്ടിമാറ്റുകയോ ഒന്നും ചെയ്യുന്നില്ലല്ലോ. ഇത് കേട്ട നീലിമ വന്നു പറഞ്ഞു, അയ്യോ ഹേമന്ത്, അതേ എൻ്റെ മോനെ ആരെ കണ്ടാലും അച്ഛനെന്ന് വിളിച്ച് ഓടിപ്പോവും, അതുകൊണ്ടാ, തെറ്റിദ്ധരിക്കരുത്. അല്ലാതെ നിങ്ങൾ പറയുന്ന പോലെ ഞാനും ഇയാളും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. ഇത് കേട്ടപ്പോൾ ആദർശിന് ഉള്ളിൽ നല്ല ദേഷ്യം വന്നു.
നീലിമ ഇരിക്കൂ, നമുക്ക് ഫുഡ് കഴിച്ചിട്ട് പോകാം എന്ന് ഹേമന്ത് നീലിമയോട് പറഞ്ഞതും നീലിമ ഓപ്പോസിറ്റുള്ള ടേബിളിൽ പോയി ഇരുന്നു. കൊണ്ടുവന്ന ഫുഡ് അശ്വിൻ നന്നായി കഴിക്കുന്നത് കണ്ട് ആദർശ് ചോദിച്ചു, മോനെ ഇനി എന്തെങ്കിലും കഴിക്കാൻ വേണോ? അപ്പോൾ അശ്വിൻ പറഞ്ഞു, വേണ്ട ഡാഡി. എന്നാൽ അപ്പുറത്ത് നീലിമ കൊണ്ടുവന്ന ഫുഡ് തൊട്ട് നോക്കുക പോലും ചെയ്യില്ല. ഇത് കണ്ടപ്പോൾ ആദർശിന് ഉള്ളിൽ ദേഷ്യം വന്നു. ഇനി അവളോട് എന്തെങ്കിലും പറഞ്ഞാൽ അത് ഹേമന്ത് ഇരിക്കുന്നത് കൊണ്ട്, അല്ലെങ്കിൽ വേണ്ട, ഒന്നും പറയണ്ട, ഹേമന്തിന് വല്ല സംശയം തോന്നിയാലോ എന്ന് ആദർശ് ഉള്ളിൽ പറഞ്ഞു. ഉടനെ ഹേമന്ത് കൊണ്ടുവന്ന ഫുഡെടുത്ത് നീലിമയുടെ പ്ലേറ്റിൽ വെച്ചിട്ട് പറഞ്ഞു, കഴിക്കൂ. ഇത് കണ്ട ആദർശിന് ആകെ ദേഷ്യം വന്നു. ഡാ, അവർ വാളെ എടുത്ത് കഴിച്ചോളൂ, നീ നിൻ്റെ കാര്യം നോക്ക് എന്ന് ദേഷ്യത്തോടു കൂടി ആദർശ് ഹേമന്തിനോട് പറഞ്ഞു. നീലിമ കരുതിയതോ തന്നോടുള്ള ദേഷ്യം കൊണ്ടാണ് ആദർശ് അങ്ങനെ പറഞ്ഞതെന്നാണ്. എന്നാൽ ആദർശ് കരുതിയത് നീലിമയോട് അമിത സ്നേഹം കാണിക്കുന്ന ഹേമന്തിൻ്റെ പ്രകടനം ആദർശിന് ശരിക്കും ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഈ മുരടൻ എന്താ എന്നെ ഇങ്ങനെ നോക്കുന്നത് എന്ന് നീലിമ മനസ്സിൽ പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് അശ്വിനെ നോക്കി പറഞ്ഞു, മോനെ കൈ കഴുക്, നമുക്ക് പെട്ടെന്ന് പോകണം. അങ്ങനെ അവർ പോയി കൈ കഴുകി. മോനെ അങ്കിളിനോട് താങ്ക്സ് പറയൂ, എന്നിട്ട് നമുക്ക് പോകാം. അമ്മേ, എനിക്ക് കുറച്ചും കൂടി ഇവിടെ ഇരിക്കണം എന്നും പറഞ്ഞുകൊണ്ട് അശ്വിൻ ആദർശിൻ്റെ മടിയിൽ കയറിയിരുന്നു. എന്നാൽ ആദർശ് അത് തടഞ്ഞില്ല. ഇത് കണ്ട ഹേമന്തിന് സംശയം വീണ്ടും ഇരട്ടിച്ചു. ഹേമന്ത് ആലോചിക്കുകയാണ്, എല്ലാവരോടും ദേഷ്യത്തിൽ മാത്രം പെരുമാറുന്ന ആദർശ് ഒരു അന്യചെക്കൻ വന്ന് മടിയിലിരുന്ന് അച്ഛ എന്ന് വിളിച്ചിട്ടും അവനൊന്നും തിരിച്ച് പ്രതികരിക്കുന്നില്ലല്ലോ. മാത്രമല്ല അവൻ അച്ഛനെ പോലെ ആദർശിനെ കരുതുകയും ചെയ്യുന്നു. എന്നാൽ ആദർശ് ഒരു മോനെ പോലെ അവനെ സ്നേഹിക്കുകയും ചെയ്യുന്നു. ഇനി ഞാനെന്തെന്ന് ചോദിച്ചാൽ തന്നെ കടിച്ചു കീറുമെന്ന് ഭയന്ന് ഹേമന്ത് മിണ്ടാതിരുന്നു. മോനെ, നീ എന്തിനാ ആദർശ് സാറിനെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നത്? അമ്മ നിന്നോട് പിണങ്ങും കേട്ടോ. നീ വാ, നമുക്ക് പോകാം. അങ്ങനെ പറഞ്ഞപ്പോൾ അശ്വിൻ മെല്ലെ ആദർശിൻ്റെ മടിയിൽ നിന്ന് ഇറങ്ങി. ഇത് കണ്ടപ്പോൾ ആദർശിന് ആകെ സങ്കടമായി. അവൻ നീലിമയോടായി പറഞ്ഞു, നിങ്ങൾ താഴെ ഇറങ്ങി നിന്നോ, വേണമെങ്കിൽ എൻ്റെ കാറിൽ ഞാൻ കൊണ്ടാക്കാം. നീലിമയ്ക്കും തോന്നി, എങ്കിൽ അങ്ങനെ അതാണ് നല്ലത്. ആദർശും ഹേമന്തും കാറിൻ്റെ മുന്നിലും നീലിമയും അശ്വിനും ബേക്കിലും ഇരുന്നാണ് യാത്ര പോയത്. അങ്ങനെ അവർ നീലിമയുടെ വീടിന് മുന്നിൽ എത്തി വണ്ടി നിർത്തി. കാറിൽ നിന്നിറങ്ങിയ നീലിമ പറഞ്ഞു, താങ്ക്സ്. അപ്പോൾ അശ്വിൻ താഴെ ഇറങ്ങി ചോദിച്ചു, അച്ഛൻ ഇനി എപ്പോഴാണ് എന്നെ കാണാൻ വരുന്നത്? ഇത് കേട്ടപ്പോൾ നീലിമയ്ക്ക് ആകെ ദേഷ്യം വന്നു. ദേ അശ്വിൻ, ഇനിയും നീ ഇങ്ങനെ പറഞ്ഞാൽ നിനക്ക് നല്ല അടി കിട്ടും കേട്ടോ, നീലിമ പറഞ്ഞു. ഇത് കേട്ടപ്പോൾ ആദർശ് ഒന്നും പറഞ്ഞില്ല. അപ്പോൾ അശ്വിൻ നീലിമയെ നോക്കി പറഞ്ഞു, സോറി അമ്മ, എനിക്ക് ഇവരെ കാണുമ്പോൾ എൻ്റെ അച്ഛനാണെന്ന് തോന്നിപ്പോവും, അതുകൊണ്ടാണ് എന്നും പറഞ്ഞ് അശ്വിൻ കരയാൻ തുടങ്ങി. ഇത് കണ്ടപ്പോൾ ആദർശിൻ്റെ മനസ്സ് ആകെ വേദനിച്ചു. ഡാ, വേഗം ചെല്ല്, ആ കുട്ടി കരയുന്നത് കണ്ടില്ലേ, അവനെ പോയി ആശ്വസിപ്പിക്കുക എന്ന് അർത്ഥം വെച്ചുള്ള രീതിയിൽ ഹേമന്ത് ആദർശിനോട് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ ആദർശിന് ആകെ, അച്ഛാ ഇനി വരില്ലേ എന്ന് അശ്വിൻ ചോദിച്ചപ്പോൾ, വരാം മോനെ, തീർച്ചയായും വരാം എന്ന് ആദർശ് കുട്ടിയോട് പറഞ്ഞു. ഇതൊക്കെ കണ്ടപ്പോൾ ഹേമന്ത് മനസ്സിൽ പറഞ്ഞു, ഒരു പെണ്ണിനെ കണ്ടാൽ തിരിഞ്ഞുപോലും നോക്കാത്ത ഇവൻ ഇപ്പോൾ എന്താ ഇങ്ങനെ പെരുമാറുന്നത്? ഇവൻ എന്താണ് പറ്റിയത്? അതിന് മാത്രം ആ പെണ്ണിന് എന്താണ് ഉള്ളത് എന്നൊക്കെ ഹേമന്ത് ആകെ വിഷമത്തിലായി.